ഹായ് ഹലോ വെൽക്കം ടു അസൽ ഓട്ടോമോട്ടീവ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യമഹ ആർ3യുടെ ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ജിംബ്രോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ പേര് സജിൻ. ഞാനൊരു കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഫേമിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. വാഴക്കാല സ്വദേശം. ബ്രോ, എങ്ങനെയാണ് യമഹ ആർ3യിലേക്ക് എത്തിയത്? കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പലർക്കും അറിയത്തില്ല. ഇപ്പോൾ R15 ഒരു സാദൃശ്യമൊക്കെ ഉള്ളതുകൊണ്ട് പലരും R15 എന്നൊക്കെ വിചാരിച്ച് വേറെന്തോ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ ഉള്ള ഇതിലാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാനൊരു തുടക്കകാലം എന്ന് പറയണത് ഒരു ബജാജിൻ്റെ പൾസർ 180 എന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു വെർഷൻ 1 യൂസ് ചെയ്യാനിടയായി. ഏത്? R15. അത് ജപ്പാൻ എഞ്ചിനായിരുന്നു, CDU യൂണിറ്റ് ആയിരുന്നു. അത് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ സെല് ചെയ്യണ ടൈമായിരുന്നു. ആ സമയത്ത് നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞാൻ 2011 ഞാൻ പൾസർ 180 എടുക്കുന്നു. 13-14 ആയപ്പോൾ ഞാനത് സെല് ചെയ്തിട്ട് ഞാനൊരു വെർഷൻ 1 എടുത്തു. വെർഷൻ 1 എടുക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഞാൻ സെക്കൻഡാണ് എടുത്തത്. ഒരു ജാപ്പനീസ് എഞ്ചിനായിരുന്നു അത്. അപ്പം എന്താണ് യമഹ, എന്താണ് ജാപ്പനീസ് എഞ്ചിൻ എന്നുള്ളത് ഞാൻ അതിൽ കൂടി അറിഞ്ഞത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സിറ്റി അതേപോലെ തന്നെ ലോങ് അതൊക്കെ ഒരു കണ്ടറിഞ്ഞ് സർവീസ് കോസ്റ്റും വരുന്നില്ല. ആദ്യം മേടിക്കുമ്പോഴൊരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് അത് അത്യാവശ്യം നല്ലോണം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. അവിടെ നിന്നാണ് ഒരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ ഞാൻ R3യിലേക്ക് വരുന്നത്. R3 എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ച് വണ്ടിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ R3യിലേക്ക് എത്തി. ഇപ്പോൾ അടുത്തൊരു അപ്ഗ്രേഡും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2021 ഇത് പർച്ചേസ് ചെയ്തത്. സെക്കൻഡ് ആയിരുന്നു അതും എടുത്തത്. എവിടെ നിന്നായിരുന്നു? ഞാനതൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നാണ് എടുത്തത്. എറണാകുളത്ത് ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജേണി ഒരു 5 years ആയി. വണ്ടി കൂടെ ഉണ്ട്. കൂടുതലും വീക്കെൻഡ് റൈഡ്സ്, ലോങ് അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനാണ് കൂടുതലും പ്രിഫർ ചെയ്യണതും. കൂടുതൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യണത്. അധികം ഞാൻ എടുത്തിട്ടൊരു 10,000 കിലോമീറ്ററൊക്കെ ഞാൻ ഓടിയിട്ടുള്ളൂ. അങ്ങനെ അധികം എവിടെയും വേറെ ബൈക്ക് ഉണ്ട്? അപ്പോൾ വീട്ടിൽ ലോക്കൽ ഓടാനായിട്ട് വേറെ വണ്ടി ഉണ്ട്. അപ്പോൾ 5 years ആയിട്ട് 10,000 കിലോമീറ്റർ എന്ന് പറയുന്നത് കുറവാണ് ആക്ച്വലി. ഒരു 10,000 എന്ന് പറയുന്നത് നമുക്ക് സമയമില്ല. വർക്കുള്ളത് കൊണ്ട് ഉള്ളൊരു സമയം പ്രശ്നമുണ്ട്. അപ്പോൾ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒറ്റ പോക്കായിരിക്കും. പിന്നെ ഒരു 1000-2000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരാം. അപ്പോൾ അങ്ങനത്തെ രീതിക്കായിരിക്കും റൈഡ് പോകണത്. അപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഞാനൊരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ, അവിടെ നിന്ന് പൊള്ളാച്ചി, ഷോളയാർ പൊള്ളാച്ചി, കോയമ്പത്തൂർ, അഗെയിൻ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. അത് വൺ ഡേ കൊണ്ട് ഒരു 4,000 സോളോ. നമ്മളിവിടെ പാർട്ട്നേഴ്സ് റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലബ്ബിൽ നിന്നല്ല, നമ്മൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെ. ആക്ച്വലി R3 ക്ലബ്ബൊക്കെ OG2 എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ അവർ കൂടുതലും റൈഡ് ബംഗളൂരു, പുനെ അങ്ങനെയൊക്കെയാണ്. കർണാടക ബംഗളൂരു, പിന്നെ ബംഗളൂരു, പുനെ അങ്ങനെയൊക്കെയാണ് കൂടുതലും അവർ റൈഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ആ ക്ലബ്ബായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ അവിടെ നിന്ന് വീണ്ടും റൈഡ് പോകാന്ന് പറഞ്ഞാൽ ടഫാണ്. പിന്നെ ഓൾ കേരള അങ്ങനെ ക്ലബ് മീറ്റിംഗ് ഒന്നും ഇല്ല, റെയറാണ്. പിന്നെ ഈ സൂപ്പർ ബൈക്കേഴ്സിൻ്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ബ്രോ, ഈ യമഹ R3യുടെ ഡിസൈൻ എത്രത്തോളം ഇഷ്ടമാണ്? ആക്ച്വലി R3 സീരീസിൽ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിസൈനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് അത്. ഒരു ഷാർക്കൈ ആണ് അതിൻ്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു വില്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഫേവറേറ്റ് ഡിസൈൻ അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡബിൾ ഐ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ ഒരു ലെജൻഡറി പർപ്പസിലേക്ക് ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഏറ്റവും സീരിയസ്ലി ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ നമ്മുടെ R3 2025 കണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സിംഗിൾ LED പ്രൊജക്ടറാണ്, സെയിം ആസ് നമ്മുടെ പുതിയ വെർഷൻ 4 ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്കൊരു ഫ്രണ്ടുണ്ട്, ആളുടെ പേര് നിശാന്ത് എന്നാണ്. ഹായ് നിശാന്ത്. നിശാന്തിൻ്റെ ഫേവറേറ്റ് ഒരു
ഡിസൈനാണത്. എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, പ്രോയുടെ വണ്ടി ഒരു രക്ഷയില്ല, ഭയങ്കര ലുക്കാണ്. ഐ മീൻ R3 ഒരിക്കലും ഇത് സെല്ല് ചെയ്യരുത്, പുതിയ R3 വന്നാൽ അത് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഡ്വൈസൊക്കെ തരും. ഒരു ലെജൻഡറി ഒരു AA LED ഷാർക്ക് ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഇനിയൊരു നമ്മൾ ഇൻ ഫ്യൂച്ചർ കാണാൻ പറ്റാത്തൊരു ഡിസൈനാണ്. ഇപ്പോൾ ഇതൊരു പഴയ നമ്മുടെ SD ആ ഒരു ഗണത്തിലേക്കൊക്കെ ഈ പറഞ്ഞ R സീരീസ് എല്ലാം ലേറ്റസ്റ്റ് ഈ ഒരു 2018 മുതലുള്ള 8 മുതലുള്ള 15, 16 വരെയുള്ള സാധനങ്ങളൊക്കെ ഇനി അടുത്ത ഒരു നമ്മളുടെ 2K കിഡ്സിൻ്റെ 21 കിഡ്സിൻ്റെയൊക്കെ ഒരു അപ്പാപ്പൻ വണ്ടിയായിട്ട് മാറും എന്ന് വിചാരിക്കുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ലൊരു ഭയങ്കര കംഫർട്ട്, നല്ല ലൈറ്റിങ്ങും തരുന്നുണ്ട്. അപ്പോൾ ഈ AA പ്രൊജക്ട്സൊക്കെ അപ്പോൾ നല്ല രസമാണ്. അതിൻ്റെ ഡിസൈൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് തന്നെയാണെങ്കിൽ എങ്ങനെയുണ്ട് വിസിബിലിറ്റി എന്നിട്ടുണ്ടെങ്കിൽ പാർക്ക് എത്തുമ്പോൾ മാത്രമാണ് ഡ്യുവൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നോർമലാണെങ്കിൽ ഇപ്പോൾ DRL ആണെങ്കിലും വൺ സൈഡേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നൈറ്റിലൊക്കെ എങ്ങനെയുണ്ട്? നൈറ്റിലൊക്കെ കുറച്ച് ടഫാണ്. കാരണം ഡബിൾ ഹെഡ്ലൈറ്റ് ഓൺ ആവണമെങ്കിൽ പറഞ്ഞ പോലെ ബ്രൈറ്റ് സ്വിച്ച് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ ടേണിലൊക്കെ വരുമ്പോൾ കുറച്ചൊരു വിസിബിലിറ്റി കുറവുണ്ട്. വൈഡ് അല്ലല്ലോ, സിംഗിൾ സൈഡ് അല്ലേ. അപ്പോൾ ടേൺ എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഓക്കെ, നൈസാണ്. ഇത് ആക്ച്വലി ഒരു ഇന്ത്യൻ മാനുഫാക്ചർ കോപ്പി അടിച്ചിട്ടുണ്ട്, അറിയൂ? ഒരു ബാറ്ററി വണ്ടിയാണ്. അല്ല ബജാജ് RS 200 ആണോ? RSും കോപ്പി അടിച്ചിട്ടുണ്ട് ആണല്ലേ? കേപ്പബിലിറ്റി എങ്ങനെയുണ്ട്? ഇതൊരു സ്പോർട്സ് ടൂറാണ്, എങ്ങനെയുണ്ട്? ആക്ച്വലി ദിസ് ഈസ് മെയ്ഡ് ഓൺലി ഫോർ ടൂറിങ് പർപ്പസ്. ഒരു സെമി സ്പോർട്ടാണെങ്കിൽ കൂടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് വണ്ടി വൺസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റൈഡ് ചെയ്ത് തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ തോന്നില്ല. ഗോ 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 ആ മൂഡാണ് വണ്ടിയിൽ. ഇപ്പം നമുക്കൊരു പിറ്റ് സ്റ്റോപ്പ് നമ്മളടിക്കും, ചെറിയൊരു ടീ സ്റ്റോപ്പൊക്കെ അടിക്കും, ബട്ട് വീണ്ടും ബാ പോവാ അതാണ് വണ്ടിയുടെ മൂഡ്. ഇപ്പം നമ്മളൊരു സ്ട്രൈറ്റ് ഇപ്പോൾ ഒരു ബംഗളൂരു പിടിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 200 കിലോമീറ്റർ ചെയ്യുമ്പോൾ വണ്ടിയുടെ ഒരു എൻജിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഒരു വേറെ മൂഡാണ്. അതായത് വേറൊരാളായിട്ട് മാറും. അതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഒരു യമഹയുടെ ഒരു എൻജിൻ റിഫൈൻമെൻറ്റിൻ്റെ ഒരു സീക്രട്ട് ആയിരിക്കാം മേ ബി. ആ ഒരു ഓയിലൊക്കെ എല്ലായിടത്തും എത്തി അപ്രോക്സിമേറ്റ് 150-200 ആ റേഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വേറൊരാളാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ വണ്ടി കൊണ്ട് ലോങ് പോയേക്കുന്ന ഇപ്പോൾ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മേ ബി കമൻറ്റ് ചെയ്യുമായിരിക്കും. ഈ ഒരു എന്തോ ഒരു ആത്മാവ് പില്യനായിട്ട് പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അവരുടെ ഭാഗത്തുനിന്നുള്ള പില്യൻ കംഫർട്ട് ഒരു ഭയങ്കര ശോകമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. വൈഫായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പോയത് ഹൈ റേഞ്ചാണ്, എന്നിരുന്നാൽ കൂടിയും നിതംബങ്ങളിൽ അല്പം കുറച്ചുകൂടി തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ബേബി ഉണ്ടാവുന്ന ഇല്ല, ബേബി ഉണ്ടായിരുന്നില്ല ആ സമയം. ബേബി ആയിട്ടില്ല. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞൊരു 1 ഇയറിനകത്താണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിതംബങ്ങളിലെ ഒരു സുഖക്കുറവുണ്ടായിരുന്നു. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ബാക്ക് സീറ്റ് കുഷ്യൻ്റെ അല്ല, അത്ര നല്ല കുഷ്യൻ്റെ അല്ല. ഫ്രണ്ട് സീറ്റിൽ അത്യാവശ്യം നല്ല ഫോമിംഗ് ഒക്കെ ഉണ്ട്. ബട്ട് നൈസ്. ബ്രോ എന്തൊക്കെ മോഡിഫിക്കേഷൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്? ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയിച്ചിൻ്റെ ഒരു GP എക്സോസ്റ്റ് ആണ്. അത് നോർമലി ഒരു കോപ്പിയല്ല, ഒറിജിനല്ല. അത് 30-35 റേഞ്ച് വരുന്നുണ്ട് ആ സാധനത്തിന്. ഞാനത് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഇല്ലീഗലായിട്ട് നമുക്കിവിടെ കിട്ടില്ല, പുറത്തുനിന്ന് വരുത്തണം. അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ആദ്യം ഞാൻ ഫുൾ സിസ്റ്റം ആയിരുന്നു. ഇവിടെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അതിനാദ്യം ഒരു ബെൻഡൊക്കെ അടിച്ചെടുത്തു. ബട്ട് അതൊരു സുഖമായില്ല. പിന്നെ ഭയങ്കര ലൗഡാണ്. ട്വിൻ സിലിണ്ടർ അല്ലേ, ജസ്റ്റ് ഐഡിലിംഗ് തന്നെ ഭയങ്കര വെറുപ്പിക്കുന്നു. അപ്പോൾ ഞാനത് മാറ്റി ഇപ്പോൾ ക്യാറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വീറ്റ് സൗണ്ട് ലൈക്ക് ഇപ്പോൾ ഞാൻ ഈ സൂപ്പർ ബൈക്കേഴ്സിൻ്റെ കൂടെ പോയപ്പോൾ അവരുടെ ഒരു കമൻറ്റ്സ് കേട്ടിട്ടുണ്ട്. ഒരു C800 വരുന്ന പോലെ ഒരു ഓവ്ലിംഗ് സൗണ്ടാണ്. ആ ഒരു സൗണ്ടാണ്. നല്ല ഒരു മറ്റൊരു മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ യൂട്ടിലിറ്റി അപ്ഡേറ്റ് ആണോ ഈ ഫ്രെയിം സ്ലൈഡർ? അതെ, അത് ഞാനൊരു വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് ഉള്ളതാണ്. ഞാൻ പർച്ചേസ് ചെയ്തതല്ല. അത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫ്രെയിം സ്ലൈഡറാണ്. ഇതുവരെ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് വീണിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. മിറർ എങ്ങനെയുണ്ട്?
മിറർ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, കൊള്ളാം. Blind spot വൈബ്രേഷൻസ് ഒക്കെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് മിക്ക വണ്ടികളിൽ വേറെ ഫ്യൂച്ചറിസ്റ്റിക് വണ്ടികളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെസറാക്റ്റിലൊക്കെ നമുക്ക് മേ ബി ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടറൊക്കെ അതിലുണ്ട്. ഇതൊക്കെ നോർമൽ മിറേഴ്സ് പറഞ്ഞ പോലെ അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ടുള്ള സ്ഥലത്തൊക്കെ തിരിഞ്ഞ് കാണിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ. വിൻഷീൽഡോ? വിൻഷീൽഡ് അത്യാവശ്യം എയർ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു പൊസിഷനാണ്, അതെപ്പോഴും ആ പൊസിഷനിൽ കീപ്പ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ കുറച്ചുകൂടി ഒരു ടൂറർ റേഞ്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ABS കൊടുത്തിട്ടില്ല, നോൺ ABS ആണ്. എങ്ങനെയുണ്ട്? വാട്ട് അബൌട്ട് ബ്രേക്കിംഗ്? ബ്രേക്കിംഗ് ആക്ച്വലി ഈ വണ്ടി ഇന്ത്യയിൽ വന്നത് 2015 അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ നോൺ ABS മസ്റ്റല്ല, ലീഗലി മസ്റ്റല്ല. മസ്റ്റായിട്ട് ആക്കിയത് 2017 and 2018 അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതും ആയിരിക്കാം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷോക്കായത് ഈ വണ്ടി 320cc ടിൻ സിലിണ്ടറിൽ ഒരു നോൺ ABS കൺസെപ്റ്റ് വിട്ട ആ ഒരു യമഹയുടെ ഒരു ചലഞ്ചാണ്. ഐ വാസ് ഷോക്ക്ഡ്. അത് എത്രത്തോളം അത് ഈ വണ്ടി യൂസ് ചെയ്യണവർക്ക് എല്ലാവരോടും ചോദിച്ചാൽ അറിയാം ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്താണെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയാറുണ്ട്, ഇപ്പം RCBയുടെ ബ്രേക്ക് പാഡൊക്കെ മേടിച്ചിട്ട് നല്ലതായിരിക്കും എന്നൊക്കെ, സെറാമിക് പ്രോയുടെ ബ്രേക്ക് പാഡൊക്കെ മേടിച്ചതാണ്. ബട്ട് എനിക്ക് എപ്പോഴും സ്റ്റോക്കാണ് കംഫർട്ട് തരുന്നത്. സ്റ്റോക്ക് ആക്ച്വലി എപ്പോഴും ഞാൻ സ്റ്റോക്കേ മാറ്റാറുള്ളൂ. സ്റ്റോക്കിൻ്റെ റേറ്റും ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ മാർക്കറ്റൊക്കെ സ്റ്റോക്കിലും റേറ്റ് കുറവാണ്. ബട്ട് കൂടുതലും ഈ ബ്രേക്കിങ് നല്ലൊരു എഫിഷ്യൻസി തരുന്നത് സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണത് എപ്പോഴും സ്റ്റോക്കാണ്. ഈ പറഞ്ഞ പോലെ നോൺ ABS ഈ പറഞ്ഞ പോലെ ഹൈ ഇതിൽ ഞാനിതുപോലെ ക്രാഷൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. സഡൻ ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോഴൊക്കെ എനിക്ക് കംഫർട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഞാനിതുവരെ ചെയ്തിട്ടുള്ളൂ. സഡൻ ബ്രേക്കിലൊന്നും അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല. റൈഡ് റെസ്പെക്റ്റ്, റൈഡ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ സംഭവമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിക്കാൻ പോകാറില്ല. ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മള് മര്യാദ വെച്ചാൽ ഇങ്ങോട്ട് വരുമല്ലോ, ഇന്ത്യയിലെ റോഡില് അങ്ങനെയാണല്ലോ. എന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ പോകണമെങ്കിൽ നമ്മൾ മര്യാദ കൊണ്ട് ഓടിക്കണമെങ്കിൽ ഇങ്ങോട്ട് പഞ്ചായത്ത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ല അങ്ങനെ ഇതുവരെ ചതിച്ചിട്ടില്ല. ബ്രേക്ക് നല്ല ബ്രേക്കാണ്, അത്യാവശ്യം നല്ല അത് ആവും. കാരണം നോൺ ABS അതാണല്ലോ. ABS ആണെങ്കിൽ നോൺ ABS അതാവും. അത് നല്ല ടയർ. ഇപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ടയർ യൂസ് ചെയ്തേക്കുന്നത് അപ്പോളോ H1 ആണ്. റീസെന്റ് മാറ്റിയതാണെങ്കിൽ റീസെന്റ് മാറ്റിയതാ. രണ്ടും ഒരു 1 year താഴെ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി, റെയിൻസിലായാലും അത്യാവശ്യം നല്ല റോഡായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട്, നല്ല സാധനമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാക്ക് പർപ്പസ് ഒന്നുമല്ല, ഇപ്പോൾ റൈഡിങ് ടൂറർ ആ ഒരു പർപ്പസാണ്. അങ്ങനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ പിന്നെ നമ്മളുടെ ബഡ്ജറ്റ് റേഞ്ചിലും ലാസ്റ്റും ചെയ്യണം. ആ ഒരു 3 ഇത് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ടയറിലേക്ക് ഞാൻ പോയത്. ഇപ്പോൾ ഇവൻ്റെ എൻജിൻ എങ്ങനെയുണ്ട്? ട്വിൻ സിലിണ്ടർ 8 valve പാഡൽ ട്വിന്നാണ്, ലിക്വിഡ് കൂൾഡാണ്. അതിൻ്റെ പിസ്റ്റൺ ആണ് ഫോർഗ്ഡ് പിസ്റ്റൺ ആണ്. എങ്ങനെയുണ്ട് എൻജിൻ്റെ പെർഫോമൻസ്? ആക്ച്വലി യമഹയുടെ വണ്ടികളുടെ ഒരു യമഹ എന്ന് പറയുന്നത് ആ എൻജിൻ റിഫൈൻമെൻറ്റ് വെച്ചിട്ടാണ് അവരുടെ റിലയബിലിറ്റിയാണ് അവരുടെ അഡ്രസ്സിങ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റൈഡ് പോവുകയാണ് നമ്മൾ. റൈഡ് പോകുമ്പോൾ സിറ്റി റൈഡാണെങ്കിൽ എൻജിൻ അതിലേക്ക് അഡോപ്റ്റ് ആവും. ട്വിൻ സിലിണ്ടറൊക്കെ സിറ്റി വെച്ച് റൈഡ് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റൊക്കെ ആവും. ഇപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ നമ്മുടെ ഡ്യൂക്ക് ആയാലും RC ആയാലും ഓവർ ഹീറ്റാണ്, ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് തുടയൊക്കെ പൊള്ളി പോയൊരു വരെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സിറ്റി പോകുമ്പോൾ ആ ഒരു ഹീറ്റിംഗ് എൻജിൻ അതിലേക്കൊരു റിലയബിലിറ്റിയാണ്. ആ ഒരു എൻജിൻ്റെ അവരുടെ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനത്തിൻ്റെ ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സിറ്റിയിലായാലും ലോങ് ആയാലും ആ ഒരു എൻജിൻ്റെ ഒരു പെർഫോമൻസ് അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ പിസ്റ്റൻ്റെ ഫോർഗ്ഡ് പിസ്റ്റനാണ് വന്നത്, മറ്റേ ഇതൊട്ട് മേളിലേക്കുള്ളതെല്ലാം ഫോർഗ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ ഫോർഗ്ഡ് പിസ്റ്റൺ തന്നെയാണ്. അതെ എനിക്ക് ഇതിൽ തോന്നിയിരിക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ വാസ് ഓൺ എ റൈഡിങ്. എനിക്കൊരു 120 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഒരു ഡബിൾ
ഒരു രണ്ടാത്മാവിനെ എനിക്ക് കാണാൻ പറ്റും. ട്വിൻ സോൾ, ഇറ്റ്സ് ലൈക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വണ്ടി ഭയങ്കരമായിട്ട് ക്രൂസ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ എനിക്ക് ഫീൽ ആവുന്നത്. എവരി R3 അത് യൂസ് ചെയ്യുന്ന എല്ലാവരും മേ ബി ഉണ്ടാവായിരിക്കാം. അവർക്ക് ആ ഒരു ഫീൽ, ആ വണ്ടിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 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 അതായത് 7000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേറെ മൂഡാണ്. അതായത് ഇതാണ് ലോകം, ഇതാണ് സ്വർഗം. ദെൻ ഓപ്പൺ ദ ഡോർ. അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. 7000 RPM ആണ് എൻ്റെ സ്വീറ്റ് സ്പോട്ട്. അതെ, ആ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ വണ്ടി ഒരു വേറൊരു റേഞ്ചിലേക്കാണ്. അതായത് സ്വർഗ്ഗ കവാടം തുറക്കണ പോലെ കമിൻ ബ്രോ. അതാണ് ആ ഒരു എൻജിൻ സ്വിച്ചിങ് എന്ന് പറയും. മേ ബി അതായിരിക്കാം അതിൻ്റെ വേർഡ്. എൻജിൻ സ്വിച്ചിങ് എന്ന് പറയും. അതൊരു അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഫീലാണ്. അത് നമ്മൾ യൂസ് ചെയ്ത് തന്നെ നമ്മൾ അത് അറിയണം. ഓക്കെ. എങ്ങനെ സിറ്റിയിൽ പെർഫോമൻസ് എങ്ങനെയുണ്ട് R3? സിറ്റി തരക്കേടില്ല. ഒരു നല്ല ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഓവർ ഹീറ്റൊന്നും ആവില്ല. ഒരുപാട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര റഫായിട്ടൊക്കെ ഓടിച്ച് കഴിഞ്ഞാലും പ്രശ്നമുള്ളൂ. നമുക്ക് നോർമലി ഒരു ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ഒരു സ്മൂത്തായിട്ടൊരു 40-50. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഗിയർ റേഷ്യോ ആണ്. നമുക്ക് തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഒക്കെ 40-50 പോവാം. അപ്പോൾ അതൊന്നും അങ്ങനെ വണ്ടിക്ക് വിഷയമില്ലാത്ത കേസല്ല. അതൊക്കെ താങ്ങിക്കോളും. വെച്ചിട്ട് ഒരു ക്രാങ്ക് താങ്ങിക്കോളും. ഹൈവേയിൽ എങ്ങനെയുണ്ട്? ഹൈവേയിൽ ഓൾറെഡി പറഞ്ഞു എന്നാലും കുറിച്ച്. ഹൈവേയിലൊരു സ്പോർട്സ് കം ടൂറാണ്. ഇപ്പം ആരെങ്കിലും വന്നിട്ട് വട ക്ലിപ്പിടാനൊക്കെ ആയിട്ട് എന്നാൽ ഒരു ഗിയർ ഡൗൺ ചെയ്താൽ മതി. അതിപ്പോൾ RC390 ആയാലും ശരി, ഇൻ്റർസെപ്റ്റർ ആയാലും ശരി. പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും അല്ല എന്നാലും 300 സെഗ്മെൻറ്റിലെ കേസാണ് ഞാൻ പറയണത്. അത്യാവശ്യം ഒരു ക്ലിപ്പ് ഇടാൻ പറ്റിയൊരു സാധനം മെഷീനാണ്. അത് നോക്കിയിട്ട് റോഡും നമ്മൾ മാത്രമല്ല ആളും തരവും പിന്നെ നമ്മുടെ ഒപ്പോണൻറ്റും. ഇപ്പോൾ കുറേ R15 ഡ്യൂക്കിലൊക്കെ പിള്ളേർ വന്നിട്ട് ബും ബും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവും. അപ്പോൾ ഞാൻ ശരി ബജരാജാവേ യു ക്യാൻ ഗോ, വണ്ടി മാറ്റും. കാരണം നമ്മൾ അവിടെ ക്ലിപ്പ് ഇട്ടാൽ അതൊരു എന്താ പറയുക, നമ്മളത് റെസ്പോൺസിബിൾ അല്ലാതെ കാണിക്കുന്നത് പോലെ ആയിപ്പോകും. കാരണം നമ്മളൊരു റെസ്പോൺസിബിലിറ്റി, ഒരു ഗിയറൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ക്ലിപ്പ് ഇട്ട് നോക്കാം. ഞാൻ ഗിയർ ഇട്ട് എപ്പോഴും റൈഡ് ചെയ്യാറുള്ളൂ. ഇതങ്ങനെ ഫുൾ സ്യൂട്ടല്ല, ഗിയർ സ്യൂട്ടല്ല, ഒരു സെമി അത്യാവശ്യം പ്രൊട്ടക്ഷൻ ലെവൽ 1 ലെവൽ 2 റേഞ്ചിലുള്ള പ്രൊട്ടക്ഷനുള്ള ജാക്കറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ജാക്കറ്റ്സും കാര്യങ്ങളും ഗിയേഴ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവരായിട്ടൊക്കെ ഒന്ന് റൈഡ് ഫൺ ചെയ്യണ്ടേ. ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. റൈഡ് ഫൺ ചെയ്യണം, റൈഡ് റെസ്പോൺസിബിലിറ്റിയും ചെയ്യണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള കാറ്റഗറീസ് ആൾക്കാരെ നോക്കിയിട്ട് ഞാൻ റൈഡ് ചെയ്യാം, അങ്ങനെ ക്ലിപ്പ് ഇടാറുണ്ട്. ബ്രോ ഇതിൻ്റെ ഫ്യൂവൽ ഗേജും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ടാങ്ക് റേഞ്ച് എത്രയുണ്ട്? ഫുൾ ടാങ്ക് 14 ലിറ്ററാണ്, റിസർവ് 2.5 ലിറ്ററാണ് വരുന്നത്. പിന്നെ മൈലേജ് നമുക്കിപ്പോൾ ഹൈവേ ആണെങ്കിൽ ഒരു സ്പീഡ് ഒരു 100-120 റേഞ്ചിലാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 25 to 28 റേഞ്ചിൽ കിട്ടും. സിറ്റി ആണെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ റൈഡേഴ്സ്. അതായത് ഇപ്പം ഹൈവേ ആണെങ്കിലും സിറ്റി ആണെങ്കിലും ഈ വണ്ടി വേറെ ആരെങ്കിലും കൈമാറി ഓടിച്ചു കഴിഞ്ഞാലും ഈ മൈലേജ് ഡ്രോപ്പ് ആവില്ല. അത് ഞാൻ എസ്പെഷ്യലി നോട്ട് ചെയ്ത് പറയുകയാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കേസാണ്. ഞാനും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ FC ഒക്കെ മേടിക്കുമ്പോൾ അവർ ഒരു ഫ്യൂവൽ അളവ് പറയും. ബട്ട് ഞാനത് ഓടിച്ചിട്ട് നമുക്ക് ഫ്യൂവൽ അളവ് അത് യമഹയുടെ എല്ലാ വണ്ടിയിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്, പേഴ്സണലി പറയുകയാണ്. അതേസമയം സിറ്റി ആണെങ്കിൽ നമുക്കൊരു 20-22 ആ റേഞ്ച്. ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ ടൂറിംഗ് ആണെങ്കിലും എബവ് 100 to 120-130 റേഞ്ച് ഓടിച്ചാലേ ഈ പറഞ്ഞ മൈലേജ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അത് നേരെ ഡ്രോപ്പ് ആവും, 25-24 ആ ഒരു റേഞ്ചിലേക്ക് ഡ്രോപ്പ് ആവും. അപ്പോൾ നമുക്ക് ഓപ്പൺ റോഡ്സൊക്കെ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ ഒരു 120-130 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്യൂൽ റേഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺട്രോൾ എങ്ങനെയുണ്ട്? ഡെയിലും നൈറ്റിലൊക്കെ എങ്ങനെയുണ്ട് മീറ്ററിൻ്റെ ഇതൊക്കെ? നല്ല വിസിബിലിറ്റി ഉണ്ട്. പറഞ്ഞ പോലെ എനിക്കതിൽ തൃപ്തനാണ്. ഞാൻ അത്യാവശ്യം ഫ്യൂലും കാണിക്കുന്നുണ്ട്, സ്പീഡ്, പിന്നെ 2 ട്രിപ്പ് മീറ്റർ, ഒരു ഓടോ RPM ഉണ്ട്, പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടോ? അതുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്യൂവൽ റിസർവ് ഗേജും ഒരു കാണിക്കുന്നുണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് ഒരു സ്വീറ്റ് സ്പോട്ട്, ഒരു 7000 RPM അവിടെ ഒരു 7x1000 എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഭയങ്കര ഒരു രസമാണ് അത് കാണാനായിട്ട്. നമ്മുടെ RPMൻ്റെ ആ ഒരു സ്വീറ്റ് സ്പോട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഫ്യൂൽ ഗേജ് സ്വീറ്റ്സ് ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോഴുള്ള ഒരു ഭംഗി കാണാൻ നല്ല രസമാണ് അത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റിങ് നമുക്ക് ഗിയർ ബോക്സ് ആണെങ്കിൽ ടൈറ്റ് സ്മൂത്ത് അല്ലേ?
RPM കട്ട് ഓഫിൻ്റെ ഒരു ലൈറ്റിങ്ങും കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സാധനമാണ്. ഒരു വിറപ്പിക്കൂല, കണ്ണിൽ നമ്മളിങ്ങനെ ബ്ലൈൻഡായിട്ട് അടിച്ച് ഫ്ലാഷ് അടിക്കണ പോലെയല്ല, ഒരു നല്ലൊരു ഓക്കെ. റൈഡറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ലൈറ്റിംഗ് ആണത്. ഗിയർ ബോക്സ് എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സെമി സ്മൂത്താണ്. നല്ല 300 സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് ഉള്ളൊരു വണ്ടി ഇതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പറഞ്ഞ പോലെ 300 സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കി വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിഞ്ചയിലേക്ക് നോക്കിയില്ലായിരുന്ന? നിഞ്ചയിലേക്ക് നോക്കാനായിട്ട് നിഞ്ചയുടെ പാർട്സ് അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്, സർവീസും. അതുകൊണ്ടാണ് നിഞ്ചയിലേക്ക് ഞാൻ നോക്കാതിരുന്നത്. ഓക്കെ. ബെനലിയ TNT? ബെനലി സെയിം പാർട്സ് കോസ്റ്റ്ലി, പിന്നെ കിട്ടാനില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാനായിട്ട് എനിക്ക് പറ്റിയത് ഇതാണ്. ആദ്യം കുറച്ച് പൈസ മുടക്കിയാലും അത് അതിൻ്റെ ഗുണം പിന്നീടായിരിക്കും. ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ. ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട്? അടി തട്ടാതൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. 160 mm ക്ലിയറൻസ് ആണ് നിലവിലുള്ളത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 50 പ്രശ്നമൊന്നുമില്ല. ഇല്ലില്ല. പില്ലിയൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടി 50 ആണെങ്കിൽ പില്ലിയൻ ഉണ്ടെങ്കിൽ ഈ അടിയിൽ എക്സോസിൻ്റെ ഒരു ക്യാറ്റില്ലർ ഉണ്ട്, അത് ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. 2-3 തവണ ഞാൻ വൈഫായിട്ട് പോയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ സോളോ പോകുമ്പോഴും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യമഹയുടെ ഭാഗത്ത് നിന്ന് സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളും എങ്ങനെയുണ്ട്? സർവീസ് എങ്ങനെയുണ്ട്? കോസ്റ്റ്ലി ആണോ? സർവീസ് ഇല്ല, ഒരു മിനിമം ബഡ്ജറ്റ്. എനിക്കിതുവരെ അങ്ങനെ മേജർ പണികളൊന്നും കിട്ടിയിട്ടില്ല. ഓയിൽ ഫിൽറ്റർ, പിന്നെ കൂളൻ്റ്. ആക്ച്വലി ഇത് ഞാൻ തന്നെ സർവീസ് ചെയ്യും. നമുക്ക് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാർട്സ് അവൈലബിലിറ്റി ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി സോർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 4 to 5 days കൊണ്ട് തന്നെ എനിക്ക് പാർട്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു നേരെ 4 years ബാക്ക് ആ കോവിഡ് ടൈമിലൊക്കെ ഞാൻ ഇച്ചിരി പാടുപെട്ടു. കാരണം വണ്ടി എടുത്ത ടൈമിൽ എനിക്ക് ചെറിയൊരു റീസ്റ്റോർ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പാർട്സ് അവൈലബിലിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഓരോ ഇയർ കഴിയും തോറും അതിങ്ങനെ അപ്ഗ്രേഡായി വരുന്നുണ്ട്. ഓക്കെ. എത്ര രൂപ തന്നെയുണ്ട് പീരിയോഡിക് സർവീസിൽ? അത് 5000 കിലോമീറ്ററിലാണ്, എവരി 5000 കിലോമീറ്ററാണ്. ബട്ട് ഞാനിതൊരു 3500 ആകുമ്പോൾ തന്നെ ഞാൻ മാറും. ഏത് ഓയിലാണ് യൂസ് ചെയ്യണം? ഞാൻ മോട്ടിയോളും ലിക്വിഡ് മോളിയും ഞാൻ ഷിഫ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. 1 ടൈം യൂസ് ചെയ്തത് ഓരോരോ ടൈമിൽ അതെ, ഓരോരോ ടൈമിൽ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയുണ്ട് ഓയിലിൻ്റെ? അതിൻ്റെ അവൈലബിലിറ്റിയും കൂടി നോക്കണമല്ലോ. ലിക്വിഡ് മോൾ ഇപ്പോൾ കേരളത്തിൽ കിട്ടാൻ ഓൺലൈനിലായിരിക്കും കൂടുതലും. ഇല്ല, എനിക്ക് ഡീലറുണ്ട്. അതിൻ്റെ ഒരു ഡീലർ വഴിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് വഴിയുണ്ട്, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് ഓയിലിൻ്റെ പെർഫോമൻസ്? എനിക്ക് തോന്നുന്നത് മോട്ടോൾ ലിക്വിഡ് മോളി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ലിക്വിഡ് മോളിയാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതിൻ്റെ പ്രീമിയം കൂടുതലല്ലേ? മോട്ടോളിൻ്റെ പ്രീമിയം അല്ല, മോട്ടോളിൻ്റെ ഒരു 10W40 റേഞ്ചിൽ തന്നെ ഒരു 1200 തന്നെ റേഞ്ചിലുള്ളൊരു മോഡലുണ്ട്. അതാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. ഓക്കെ. പിന്നെ ഇതിന് 2 ലിറ്റർ മസ്റ്റായിട്ട് വേണം. 2 ഫുള്ള് ഒഴിക്കണം. ഓക്കെ. ക്ലച്ചിന് സെപ്പറേറ്റ് അങ്ങനെ ഒന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല, എല്ലാം സെയിം തന്നെ. ഓക്കെ. എത്ര രൂപ എന്നുണ്ടെന്നാൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. അപ്രോക്സിമേറ്റ്ലി എനിക്ക് പീരിയോഡിക് സർവീസിന് ഇപ്പോൾ ഒരു ഓയിൽ 2 ലിറ്റർ ഓയിലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2400 രൂപ. ഒരു എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്ററിന് 456 എയർ ഫിൽറ്ററിന് ഈ പറഞ്ഞ പോലെ 956 എയർ ഫിൽറ്ററിനും 456 ഓയിൽ ഫിൽറ്ററിനും. അപ്രോക്സിമേറ്റ്ലി ഒരു 4000 ബിലോ 4000 നമുക്കൊരു വണ്ടി സർവീസ് ചെയ്യാം. ഓക്കെ. തജിം ബ്രോ, R3 എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് എന്ത് അഡ്വൈസ് കൊടുക്കണം? ആക്ച്വലി ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കല്ല ആസ് പെർ മൈ കൺസെപ്റ്റ്. അതൊരു 150-100 cc വണ്ടി ഓടിച്ച് കൈ തെളിഞ്ഞിട്ട് ഈ 300 സീരീസിലേക്ക് വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയുള്ളവർക്ക് ഇത് ഞാൻ പ്രിഫർ ചെയ്യും. പിന്നെ ലൈഫിലെ ഏതെങ്കിലും ഒരു ഏജിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്വീറ്റ് സ്പോട്ട് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യണത് നല്ലതായിരിക്കും. ഞാനിത് കഴിഞ്ഞൊരു 1000 സെഗ്മെൻറ്റിലേക്കാണ് എൻ്റെ ഒരു നോട്ടം. അപ്പോൾ ഞാൻ ഓരോ ലെവൽ 1 ഞാൻ R15 യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ഇതാണ് എൻ്റെ സെക്കൻഡ് ഫേസ്. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു തേർഡ് ഫേസ് ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഒരു കൈ തെളിഞ്ഞിട്ട് പോണതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവർക്ക് ഞാനിത് പ്രിഫർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഓൾ അബൌട്ട് റെസ്പെക്റ്റ് ആൻഡ് റൈറ്റ്, ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. യമഹയുടെ ഭാഗത്ത് നോക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 1000cc ഉള്ളു, 1000cc ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു ഇടയ്ക്കൊരു സാധനം ഉണ്ട്, ഒരു
രാജവെമ്പാല എന്നൊക്കെ പറയും, ഒരു നാഗവല്ലി എന്നൊക്കെ പറയും വേണമെങ്കിൽ, ഒരു R6. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലില്ല, അതാണ് നാഗവല്ലി നോട്ട് ഇൻ സെയിൽ ഇൻ ഇന്ത്യ. അപ്പോൾ നാഗവല്ലിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ യുവാക്കളുടെ എണ്ണം കുറയും എന്നൊക്കെയാണ്. ബട്ട് ഇറക്കണമെങ്കിൽ വില കൂട്ടിയാലും ഇറക്കണം. ആ കാര്യത്തിൽ യമഹ ചെയ്യണ ചതിയല്ലേ. ഇപ്പൊ നല്ല വണ്ടികൾ ഇറക്കും. ഇപ്പൊ യമഹ ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും കാവാസാക്കി ആണെങ്കിലും ഇറക്കും. പക്ഷെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. മിഡിൽ ക്ലാസ് ഫാമിലി, യങ് ബോയ് എന്നുള്ള ഇതിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 30-35 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മേ ബി പറ്റണത്. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെയോടുള്ള ഒരു വീക്കിലി 1 എന്നുള്ളത് ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി എടുക്കണ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം മേ ബി. അതൊക്കെയാണ് പ്രശ്നം. പിന്നെ ഒരു ടൂറർ പർപ്പസിന് ഞാൻ സജസ്റ്റ് ചെയ്യും, ഒരു ടൂറർ കം ഒരു സ്പോർട്സ്, ആ ഒരു കാറ്റഗറീസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൂറിങ് പർപ്പസാണ്. ADV. അതെ, ഒരു ADV ആൻഡ് സ്വിച്ചിങ് ആണത്. അപ്പം അങ്ങനെ ഒരുപാട് ലോങ് റൈഡ്സ്, അതായത് ഈ അഡ്വഞ്ചറിസ്റ്റിക് ആയിട്ട് പോവാതെ ഒരു ടൂറിങ് കം ഒരു സ്പോർട്സ്, ഒരു ലുക്ക് വൈസിലൊരു സ്പോർട്സ് മോഡൽ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനിത് സജസ്റ്റ് ചെയ്യും. അതിൽ ഫാർ ബെറ്റർ ദാൻ നിഞ്ച, ബെറ്റർ ദാൻ ഇൻ്റർസെപ്റ്റർ, ബെറ്റർ ദാൻ RC390. കാരണം ഒരു സ്വിച്ചബിൾ വണ്ടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സിറ്റിയിലായാലും പെട്ടെന്ന് തന്നെ ഹൈവേയിലായാലും ഭയങ്കരമായിട്ട് സ്വിച്ച് ചെയ്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയാണ് ആ ഒരു വണ്ടിയുടെ ഒരു സോള്. ഓക്കെ. പിന്നെ ബ്രോ എന്തെങ്കിലും പണികൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പണി എനിക്ക് RR യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. RR യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അത് ഈ പറഞ്ഞ പോലെ 2015 മോഡലിൽ ഈ പറഞ്ഞ പോലെ RR യൂണിറ്റും റിലേയും കോമൺ കംപ്ലൈൻ്റ് ആണ്. അത് ആ ബാച്ചിൽ വന്ന എന്തോ ഒരു ചെറിയ വിഷയം, അത് സോർട്ട് ചെയ്ത് തന്നില്ല. അത് മേ ബി ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളാണത്. ഇപ്പം ഈ വണ്ടിയിൽ അങ്ങനെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റ് ആയിട്ടുള്ള ഒരു ECU ഹാർഡ്വെയർ അല്ല, പഴയ നമ്മുടെ ഒരു നോർമൽ വണ്ടി തന്നെ മേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഹാർഡ്വെയർ സിസ്റ്റമാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹാർഡ്വെയർ ECU സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേയിൽ അധികമായ ഇലക്ട്രിസിറ്റി വരുമ്പോഴുള്ളൊരു കറണ്ടിൻ്റെ ഒരു പ്രശ്നം അതിൽ വരാറുണ്ട്. അത് മിക്കവർക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലൊക്കെ പറയണതാണ്, റിലേയും പോവുകയാണെങ്കിൽ റിലേയും RR യൂണിറ്റും ഒരുമിച്ച് കത്തിപ്പോവും. അങ്ങനത്തെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഓൾവേസ് നോ അതർ ദാൻ കംപ്ലീറ്റ്. പിന്നെ അതിൻ്റെ ക്ലബിൽ വല്ലതും ഉണ്ടോ? ഞാനൊരു പാൻ ഇന്ത്യ ഗ്രൂപ്പിൽ ഉണ്ട്, R3 OG2 എന്ന് പറയും. അത് അത്യാവശ്യം നല്ല നമുക്കൊരു ഒരു മെസ്സേജ് എന്താണ് ഈ വണ്ടിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ എനിക്ക് തോന്നുന്നത് ഷോറൂമിൽ ഒരു സർവീസ് അഡ്വൈസറിനേക്കാളും കിട്ടുന്നതിൻ്റെ ഉപകാരം ഈ ഒരു വണ്ടിക്കുണ്ട്. കാരണം ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കോമൺ അല്ല. അതെ. അപ്പം എല്ലാവരും മേ ബി അതിലുള്ള എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഭവം അവരതിൽ ഷെയർ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് നമ്മളുടെ ഇതിൽ ഓരോ എറർ നോട്ട്സ് കാണിക്കും, എന്താണ് എറർ എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തെയോ അല്ലെങ്കിൽ അത് ആ ഗ്രൂപ്പിലിട്ടാലോ ഇതിൻ്റെ സൊല്യൂഷനോ അല്ലെങ്കിൽ റിപ്പയറിങ് സൊല്യൂഷനോ നമുക്കത് അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ. നമ്മളിത് പറയാതെ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ? അഡീഷണൽ ആഡ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് റെസ്പോൺസിബിലിറ്റി. ഹാർഡ് ബൈക്കറൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി എപ്പോഴും റൈഡ് ചെയ്യുമ്പോൾ സൂക്ഷ്യം കണ്ട് ഗിയറൊക്കെ ഇട്ടൊന്ന് റൈഡ് ചെയ്യുക. എല്ലാവരും ഒരുപോലെയല്ല. നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിളായിട്ട് റൈഡ് ചെയ്യുന്നു അത്രയും നമ്മൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ കണ്ണിലും കാണും. അപ്പോൾ റൈഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. നമുക്ക് ഇനി സോസ് നോട്ട് കേട്ടാലോ? അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള യമഹ R3യുടെ യൂസർ എക്സ്പീരിയൻസ്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയുമായി കാണുമ്പോഴേ ബൈ ബൈ. സൈനിങ് ഓഫ് അഗ്രേജ് ആൻഡ് ക്യാമറമാൻ മിസ്റ്റർ പൂജി. ലവ് യു ഓൾ.